ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ബഹ്റൈനിലത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ ലുലു മാളാണോ ഇത്? ഓക്കെ. ഏറ്റവും ഹൈറ്റ് കൂടിയ ലുലു മാളെന്നാണ് സുജിയേട്ടൻ പറയുന്നത്. എനിക്കറിയില്ല, ആണെന്ന് വിശ്വസിക്കാം. അപ്പം ഇവിടെ എനിക്ക് മെയിനായിട്ട് ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഭയങ്കര ബിഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല എൻ്റർടൈൻമെൻറ്റ്സ് കുട്ടികളെ കൊണ്ടുവന്ന് നമുക്കൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ ബൈ ദ വൈ നമ്മൾ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ച കാര്യം മറന്നുപോയി. നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഒരു മൂവി കാണാനാണ്. ഏത് മൂവി ആയിരിക്കും? ജസ്റ്റ് ഗസ് പറയാല്ലേ? അപ്പോൾ നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടി കോമ്പിനേഷൻ ഇപ്പോൾ റിലീസ് ചെയ്ത്, സോറി കേട്ടോ ഗൈസ്, ആരൊക്കെയോ അതിൻ്റെ ഇടയിലേക്ക് കൂടെ വന്നു, അതുകൊണ്ട് എനിക്ക് സ്പീച്ച്ലെസ് ആയിപ്പോയി. ഓക്കെ, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടിയുടെ പാട്രിയോട്ട് മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാണ്, ചില സാങ്കേതിക കാരണങ്ങളാൽ. കാരണം എന്ന് വെച്ചാൽ സുജയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാരണം നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് വന്നു. ഇപ്പം സമയം 1 മണിയായി. മൂവി കണ്ടിറങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് ഒരു മൂവി റിവ്യൂ പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ മൂവി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവി. 1 ടൈം വാച്ച് മൂവിയാണെന്നാണ് തോന്നിയത്. അല്ലാതെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സൂപ്പറാണെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ വെറുതെ മിസ്ലീഡ് ചെയ്യുന്നില്ല. ബട്ട് 1 ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ, ഒരു ആവറേജ് മൂവിയാണ്. എന്നാലും മോശമല്ല കേട്ടോ. അവിടെ അപ്പോൾ അതാണ് മൂവീനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. സുജേട്ടൻ്റെ ഒപ്പീനിയൻ എന്താ? മൂവി എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, കൊള്ളാം, അടിപൊളി മൂവിയാണ്. പക്ഷെ പ്രതീക്ഷിച്ചത്ര ഒരു പഞ്ചില്ല. ഇത്രയും ആക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കാത്ത പോലെ ആക്ടേഴ്സിനൊന്നും കാണിക്കുമ്പോൾ അത്ര ഒരു മാസ് എൻട്രി അല്ല. ശരിയാ. സ്റ്റാർട്ടിങ് മുതൽ പറയുകയാണെങ്കിൽ ആക്ടേഴ്സിൻ്റെ എൻട്രി ഒരു ശോകാവസ്ഥയായിരുന്നു. വേറെ ഒന്നുമല്ല, അവരൊക്കെ ഭയങ്കര സിമ്പിൾ എൻട്രി ആയിരുന്നു. കാരണം ഇത്രയും അടിപൊളി ആക്ടേഴ്സ്, പ്രത്യേകിച്ച് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വരുമ്പം ആ ഒരു മാസ് എൻട്രി ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു വൈബ് വന്നേനെ തിയേറ്ററിലൊക്കെ. അപ്പം അതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വന്നതും പോയതും ഒന്നും അറിയാത്ത പോലെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് മീൻസ് ഫേമസ് ആക്ടേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ലേ. അപ്പം മെയിൻ റോളിൽ തന്നെ നമ്മൾ മോഹൻലാൽ, മമ്മൂട്ടി, നയൻതാര, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നതുകൊണ്ടാണോ എന്നറിയില്ല. ചിലപ്പം മേക്കേഴ്സിന് ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ നല്ല നല്ല ആക്ടേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബിഗ് ആക്ടേഴ്സിൻ്റെ ഇടയിൽ അവരെ തീരെ ആരും ഒരു എന്താ പറയുക മൈൻഡ് ചെയ്യാൻ പോവാത്തൊരു സിറ്റുവേഷൻ പോലെ തോന്നിയിട്ടുണ്ട്. അവരുടെ ഒരു ആക്ടിംഗ് ഒന്നും ആരും ശ്രദ്ധിക്കില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും അതുപോലെ നയൻതാരയും കുഞ്ചാക്കോബനെയൊക്കെ തന്നെയായി. അപ്പോൾ നമ്മളിതാ കാർ പാർക്കിങ്ങിലെത്തി ഗൈസ്. എന്നാൽ ഇത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തും പിടിക്കും ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്ക് എല്ലാവർക്കും അവരുടെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയിട്ടില്ല. അങ്ങ് പോവുകയാണ് മൂവി. ഫസ്റ്റ് ഹാഫ് പിന്നെയും കുറച്ച് നന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ കുറച്ച് ഒരു സ്ലോ മോഡിൽ പോയ പോലെ തോന്നി. പിന്നെ മാക്സിമം മമ്മൂട്ടിക്ക് നല്ല റോള് വന്നിട്ടുണ്ട്. മാക്സിമം പുള്ളിയുടെ എഫേർട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കുഞ്ചാക്കോ ബോബനും അതുപോലെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ. മോഹൻലാൽ ഒരു ഗസ്റ്റ് റോള് പോലെയാണല്ലോ അതിൽ, അധികം വലിയ റോള് വന്നിട്ടില്ലെങ്കിലും പുള്ളി ഹാഫ് ടൈം കഴിഞ്ഞിട്ടും കുറേ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോർഷനൊക്കെ ആകുമ്പോഴാണ് അത് സസ്പെൻഷനാണ്, അധികം പറയരുത്, സോറി, സർപ്രൈസാണ്, ഉറക്കം വന്നതുകൊണ്ടാണ് ഗെയ്സ്, വേർഡ്സ് ഒന്നും വരുന്നില്ല, സോറി, സർപ്രൈസാണ്. അതൊന്നും നമ്മൾ സ്റ്റോറി അധികം പറയുന്നില്ല. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു റോള് ചെറിയ റോളാണെങ്കിലും പുള്ളി അത് മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ അധികം യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂവീൻ്റെ കറണ്ട് റിലവൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് അവരെടുത്തിട്ടുള്ളത്. സ്പൈ വെയർ, അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ, സൈബർ ക്രൈം, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ എന്താ പറയുക, ക്രൈം ത്രില്ലർ മൂവിയാണ് കേട്ടോ. പിന്നെ ഈ സിനിമ കണ്ടപ്പോഴാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ ഇത്രയും പ്രായമായി എന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ഫിലിമിൽ അവരുടെ ഏജ് അധികം മനസ്സിലാവാറില്ല, പക്ഷേ ഈ സിനിമയിൽ നന്നായിട്ട് മനസ്സിലായി ഗൈസ്. അതെനിക്ക് നല്ല വിഷമായി. ഇവർക്ക് ഇത്രയും വയസ്സായി തുടങ്ങിയോ എന്ന് തോന്നിപ്പോയി. അപ്പം അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. മോഹൻലാൽ മമ്മൂട്ടി മാത്രമല്ല, എല്ലാ ആക്ടേഴ്സും അല്ലേ കുറച്ച് ഏജ് തോന്നിയ പോലെ. പക്ഷെ ഫഹദ് ഫാസിലിന് അത്ര വലിയ മാറ്റം തോന്നിയിട്ടില്ല കേട്ടോ. പണ്ടത്തെ ഒരു ഫഹദ് ഫാസിലിന് തന്നെ എനിക്ക് തോന്നിയത് അല്ലേ. പുഷ്പയിലും അതിന് മുന്നത്തെ ഏതൊക്കെയോ പടത്തിലുണ്ടായ സെയിം ആ ഒരു ലുക്കിൽ തന്നെയായിരുന്നു ഫഹദ് ഫാസിൽ. പിന്നെ അറിയാലോ പുള്ളിക്കാരു
ക്യൂട്ട് ഹാൻസം ആണെങ്കിലും ആ ഒരു വില്ലൻ റോള് ചെയ്യുമ്പോൾ ആൾ അങ്ങ് ഭയങ്കര ഒരു അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എല്ലാ ആക്ടേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ പക്ഷേ കുറച്ചും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ഒരു ഹൈപ്പിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ ആയിട്ട് ആരും പോരുത്. ജസ്റ്റ് ഒരു ഓക്കെ ഒരു ആവറേജ് മൂവി എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതല്ല ഹൈപ്പ് ഭയങ്കര ഇതൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. സോ ഇതാണ് ഞങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള മൂവി റിവ്യൂ. അപ്പോൾ ഇനി തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമുക്ക് അറിയണം. ആരും പറയരുത് മൂവിയുടെ നെഗറ്റീവ് റിവ്യൂ ഒന്നുമല്ല പറഞ്ഞത്, നമ്മൾ കണ്ടിട്ടുള്ള ഒരു ജെന്യൂൻ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പ്ലീസ് കമൻറ്റ് ബിലോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.